ഒരു ചെമ്മീൻ പൊടി ഉണ്ടാക്കിയാലോ. ഒരു അടികട്ടിയുള്ള പാത്രത്തിലേക്ക് ആവശ്യത്തിന് മുളകിട്ട് ചൂടാക്കി എടുത്ത് മാറ്റി വെക്കുക. അതിലേക്ക് കുറച്ച് ഇഞ്ചി, ചെറിയുള്ളി, പിന്നെ കുറച്ച് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോകുന്ന വരെ വറുത്തെടുക്കുക. അതിലേക്ക് പിന്നെ ഒരു ഉരുള പുളി ഇട്ട് കൊടുക്കുക. പുളി ഇട്ടിട്ട് അതും നന്നായിട്ട് ഇളക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിനല്ല കുറച്ച് തോനെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് നന്നായി ഇളക്കിയെടുക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 2 തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരും ആവശ്യത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി മിക്സാക്കി ഇളക്കി കൊടുക്കുക. കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം. നല്ല രീതിക്ക് ഇളക്കിയില്ലെങ്കിൽ എല്ലാ ഭാഗവും ഒരേപോലെ മുരിഞ്ഞിട്ടില്ല കേട്ടോ. നല്ല രീതിക്ക് ഇളക്കി ആ തേങ്ങയത്തെ വെള്ളമൊക്കെ വറ്റി ഈ ഒരു പരിവാകുന്നവരെ ഇളക്കിയെടുക്കുക. എന്നിട്ട് ഇറക്കി വെക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ നേരത്തെ കഴുകി വെച്ച ചെമ്മീനില്ലേ, അതൊന്ന് ആ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും നല്ല രീതിക്ക് പൊടിയാൻ പാകത്തിന് വറുത്ത് കോരി ഒരു ബ്രൗൺ കളറാവുന്നവരെ വറുത്തിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടി മാറ്റി തണുക്കാൻ വെക്കുക. തണുത്ത് കഴിഞ്ഞിട്ട് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നല്ല രീതിക്ക് പൊടിയാതെ ചെറിയൊരു തരിയുള്ള രീതിക്ക് പൊടിച്ചെടുക്കുക. എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചമ്മന്തിപ്പൊടി കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.